മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് 3 ആഴ്ചകൾക്ക് ശേഷം എല്ലാവരെയും സ്നേഹത്തോടെ ഒരു പ്രാവശ്യം കൂടെ ക്ഷണിക്കുന്നു. കർത്താവ് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നമ്മളെ എല്ലാം കാത്തു പരിപാലിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രകളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനായിട്ട് സ്തോത്രം. ഒരു ചെറിയ റിപ്പോർട്ട് ഇന്ന് തരാനും ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മരുരൂപമല, യേശുക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയും, ആ ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരു ചെറിയ എന്താ പറയേണ്ടിയ ഒരു നിഴലൂടാണ് മരുരൂപമലയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നടന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം ഒന്നും പറയാൻ സമയം കിട്ടത്തില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റഡി നടക്കത്തില്ല. എങ്കിലും ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടും പെട്ടെന്നൊരു അപ്ഡേറ്റ് തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ കോലഞ്ചേരിക്ക് അടുത്തുള്ള പുതുപ്പന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ടീമായി യാത്ര ചെയ്ത് ഒരു യൂത്ത് മീറ്റിങ്ങിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിക്കൊക്കെ സ്ഥിരമായി വരുന്ന എൽദോയും ഗ്യാങ്ങുമാണ്, സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അവരാ ഓർഗനൈസ് ചെയ്തത്. ഒരുപാട് യൗവനക്കാർ, അതിൻ്റെ ഫോട്ടോ എനിക്ക് മേ ബി അടുത്ത പ്രാവശ്യം കാണിക്കാം. ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നു സുവിശേഷം പ്രസംഗിക്കുവാനും ഒരുപാട് പേർക്ക് അതിനോട് പ്രതികരിക്കാനും ഒക്കെ ദൈവം കൃപ തന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ ബാക്ക് ടു ബാക്ക് പോകുന്നത് കൊണ്ട് ശാരീരികമായി ഒരുപാട് ഡൗൺ ആയി. ആക്ച്വലി എൻ്റെ 1 വർഷത്തിന് ശേഷം എൻ്റെ ലോവർ ബാക്ക് പിന്നെയും പ്രശ്നം നിന്ന് ബെൽറ്റൊക്കെ ഇട്ടാണ് ഇന്നലെ നമ്മൾ നിന്ന് പാടിയതൊക്കെ. എങ്കിലും ശുശ്രൂഷ ദൈവം അനുഗ്രഹമാക്കുമ്പോൾ നമുക്കിതൊന്നും വലിയ വിഷയമല്ല. ആത്മാക്കൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം ഓരോ വിധത്തിൽ ഫിസിക്കലി ഡൗൺ ആയിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ നിർത്തി. കഴിഞ്ഞ 3 ആഴ്ചകൾ വി വർ ട്രാവലിംഗ് ക്വൈറ്റ് എ ലോട്ട്. അപ്പോൾ പെട്ടെന്നൊരു അപ്ഡേറ്റ് തരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തരാനൊക്കത്തില്ല. ഇത് ലുധിയാനയിൽ ഞങ്ങൾ 4 ദിവസം, ആദ്യത്തെ 4 ഡേയ്സ് ലുധിയാനയിലായിരുന്നു. ഞങ്ങൾ 34 പേരാണ് യാത്ര ചെയ്തത്. ഫസ്റ്റ് ടൈം ഇത്രയും വലിയ ടീമിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് പോയത്, കാരണം മാക്സിമം ഇതുവരെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് 14 പേരെയാണ് ഒരു വണ്ടിക്കകത്ത് കയറുന്നത്. ഇത് 2 വണ്ടി നിറച്ച ആളായിരുന്നു. വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു. കൊച്ചു പിള്ളേർ, എൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞു തൊട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലിറ്റിൽ റിസ്കി. എങ്കിലും ഞാൻ ഓർത്തു, നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഈ പ്രാവശ്യം വേറെ വെക്കേഷൻ ഒന്നും പോകണ്ട, ഇന്ന് മിഷൻ ഫീൽഡിൽ പോയാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അത് വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇനി എല്ലാവർക്കും അടുത്ത സമ്മർ ബ്രേക്കിനും മിഷൻ ഫീൽഡിൽ പോയാൽ മതിയെന്ന് അവരും തീരുമാനിച്ചു. കാരണം ആ ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നത് നല്ലതാണ്. ലുധിയാനയിൽ ഞങ്ങൾ ആദ്യം ഒരു ഔട്ട്റീച്ച് ഫോർ ദ ഹോൾ ലുധിയാനയ്ക്ക് വേണ്ടി ഓപ്പൺ എയർ ഒരു കോൺസേർട്ട് മീറ്റിംഗ് ആണ് പ്ലാൻ ചെയ്തത്. ആ സമയത്ത് ശക്തമായി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഒരുപാട് പേര്, എസ്പെഷ്യലി നോൺ ക്രിസ്ത്യൻസ്, വന്ന് പങ്കെടുക്കുകയും ഇതൊരു എഡ്യൂക്കേറ്റഡ് ക്രൗഡാണല്ലോ. ഇറ്റ്സ് ബേസിക്കലി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്നത് കൊണ്ട് കൂടുതലും മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് അവരത് ഓർഗനൈസ് ചെയ്തു. ഒരുപാട് പേര് സുവിശേഷത്തോട് പ്രതികരിച്ചു. ഒരുപാട് പേര്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ്. അവസാനം ക്രൗഡിനെയൊക്കെ നമ്മൾ പറഞ്ഞു വിടേണ്ടി വന്നു. ആർക്കും പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു രാത്രിയിൽ. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മീറ്റിംഗ്. അതിനുശേഷം ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസിന് 4 ഡേ ക്യാമ്പ്, ഒരു ഇവാഞ്ചലിസ്റ്റിക് ക്യാമ്പ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ക്യാമ്പ് നടത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. 3 ദിവസം അങ്ങനെ നിന്ന് ശിഷ്യത്വത്തിലേക്ക് യങ്സ്റ്റേഴ്സിനെ നയിക്കുവാൻ ഞങ്ങൾക്കൊരു ക്യാമ്പ് നടത്താൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ, മെയിനായിട്ട് ഞാനാണ് പ്രസംഗിച്ചതെങ്കിലും മറ്റ് കാര്യങ്ങളും മറ്റ് ഗ്രൂപ്പ്സും ഒക്കെ ലീഡ് ചെയ്യാൻ ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം കർത്താവ് സഹായിച്ചു. അത് വലിയൊരു ഒരു അനുഗ്രഹമായിരുന്നു. ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ശുശ്രൂഷിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ള കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തു. പ്രത്യേകിച്ച് അതിൻ്റെ ലീഡായിട്ട് നിൽക്കുന്ന ഡോക്ടർ ജോർജ് കോശി ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നത് ദേശത്തിന് തന്നെ, ആ എൻറ്റയർ ദേശത്തിന് ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇങ്ങനൊരു സമയത്തിനായിട്ടാണ് കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്, ഈ യൗവനക്കാരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ. ഗോഡ് ഹാസ് അങ്ങനൊരു വിളിക്കാണ് കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള നല്ല ഉറപ്പുണ്ട്. കാരണം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ലുധിയാന, അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജമ്മുവിലേക്ക്
ഇത്രയും പേര് ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഓർത്തോണം, 3 days കണ്ടിന്യൂസ് മിനിസ്ട്രി, നോ റെസ്റ്റ്. അന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് 14 മണിക്കൂർ യാത്ര ചെയ്ത് നൈറ്റ് നേരെ ചെന്ന് അടുത്ത മീറ്റിങ്ങിലേക്കാണ് പോകുന്നത്. സോ വി ട്രാവൽ ത്രൂ ദ നൈറ്റ്. ജമ്മുവിലെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും മീറ്റിംഗ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ, അന്ന് യൂത്ത് മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ റിയ ആ പുറത്തുള്ള ഫൗണ്ടേഷൻ സ്റ്റോണിന്റെ കല്ലിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു. അന്ന് ഞാൻ നോക്കിയപ്പോൾ ടു ദ ഡോട്ട് 30 years. ഇത് 14th April 1996 ആണ്. 30 വർഷം 14th April 9. ഇതൊന്നും പ്ലാൻ ചെയ്ത കാര്യമല്ല കേട്ടോ. 30 years. ഇതെന്റെ പ്രിയ പിതാവ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട ഒരു ബിൽഡിങ്ങാണ്, നഗറോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് ഒന്നുമില്ല, ആരുമില്ല, വിശ്വാസിയില്ല, ഒറ്റ വിശ്വാസിയില്ല. നമ്മുടെ റഫേൽ സഹോദരനാണ് മിഷണറി. പിന്നെ സോമൻചാനാണ് നമ്മുടെ ജമ്മുവിലെ പയനിയർ മിഷണറി. 40 വർഷത്തിന് മുകളിൽ അവിടെ ഉണ്ട് കേട്ടോ, 40 years. അപ്പോൾ അദ്ദേഹം തന്റെ സാക്ഷ്യമൊക്കെ ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ടീമിലെ ആളുകളൊക്കെ അങ്ങ് ഒരുപാട് ബ്രോക്കണായി. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ആദ്യം വരുമ്പോൾ കശ്മീരിൽ താൻ താമസിക്കുന്ന വീട്ടിൽ ബാത്റൂമില്ല. സോമൻചാനും ബേബി ആൻറ്റിയും, നോ ബാത്റൂം. 6 അടിയാണ് ഐസ്, മീൻസ് സ്നോ, 6 അടി. ബാത്റൂം ഇല്ല. അന്ന് ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് അവര് ദിവസങ്ങൾ പ്ലാസ്റ്റിക് കവറിനകത്താണ് അവര് ടോയ്ലറ്റിൽ പൊക്കോണ്ടിരുന്നത്. ഓർത്തോണം കേട്ടോ, പ്ലാസ്റ്റിക് കവർ. അപ്പം ഓൾറെഡി നമ്മുടെ മിഷൻ ട്രിപ്പില് അവർ കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഇതെന്തൊരു അസൗകര്യം, താമസിക്കുന്ന സ്ഥലത്ത് ഇതില്ല അതില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുത്തിനും ഒരു മിണ്ടാട്ടമില്ല. എല്ലാവരും മിണ്ടാതെ ഉള്ളതൊക്കെ സ്തോത്രവും പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പം അങ്ങനെയുള്ള പല പല സാക്ഷ്യങ്ങൾ. പക്ഷെങ്കിൽ 30 വർഷം കഴിഞ്ഞപ്പോൾ കാണാൻ സംഭവിച്ചത് എന്താ, സാധിച്ചത് എന്നാ, ഈ യൂത്ത്സ്, ജനറൽ ആളുകളല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ദ യൂത്ത്സ് എത്ര പേരാ കൂടിയിരിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണാം, ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ക്യാൻ യു സീ ഇറ്റ്? ഇത് ഞങ്ങളുടെ ടീം ബാൻഡാണ്. അപ്പോൾ ഈ ബാൻഡ് ദേ ആർ യൂസ് ടു വെരി ബിഗ് എക്വിപ്മെന്റ് എന്നുള്ളത്. അവിടെ ചെന്നപ്പം സ്പീക്കറും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇൻസ്ട്രുമെന്റ് എല്ലാം മാറ്റി വെച്ച് കീബോർഡ് വായിക്കുന്ന സ്റ്റീവോ ഡോലൊക്കെ എടുത്ത്, ഇത് ജസ്റ്റ് യൂത്ത്സാ കേട്ടോ, ജസ്റ്റ് ദ യൂത്ത്. പുറത്തുമുണ്ട്, ഇതിന്റെ പുറത്തുമുണ്ട്. അപ്പൊ നഗറോട്ടയിലെ ഒരു ശുശ്രൂഷയ്ക്ക് ഇടയിൽ കർത്താവ് വളരെ ശക്തമായി ആ സമയത്ത് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത മീറ്റിങ്ങിലേക്ക് പോയി. ഇത് മജൽത്ത എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എബ്രായ ലേഖനമാണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആ സമയത്ത് വിസിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അന്ന് നോട്ട് എ സിംഗിൾ ബിലീവർ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പണ്ടുണ്ടായിരുന്നു, ഒരു 20 years. അതിൻ്റെ റിപ്പോർട്ടിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ അന്ന് അയച്ചായിരുന്നു. അന്ന് ഈ സുജിത് ബൂജലും അഞ്ജലിയും മിനിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് വന്ന ബിൽഡിങ്ങിനകത്തെ ആളുകളായത് കേട്ടോ. ഇത് ഓൺലി വിമൻസ് ഫോക്കസ്ഡ് മീറ്റിംഗ് ആ കേട്ടോ, ഇത് ഫുൾ ആളുകളില്ല. അന്ന് ഞാൻ കുറച്ച് പേരോട് പറഞ്ഞായിരുന്നു, നമുക്ക് അവിടെ ഒരു ടിൻ ഷീറ്റാണ്, നമുക്കൊരു ചെറിയൊരു സ്ട്രക്ചറാണ്. കാരണം ഭയങ്കര ചൂടാ സമ്മറിൽ, തണുപ്പത്ത് വേറെ പ്രശ്നം. അന്ന് കുറച്ച് പേര് സഹായിച്ചാണ് നമ്മൾ ഫോൾ സീലിംഗ് ഒക്കെ ഇട്ട്. ഇന്ന് മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ. അന്ന് ഞാൻ ഈ 2 സഹോദരിമാരുടെ കാര്യം പറഞ്ഞാൽ, ഇത് നമ്മുടെ KJSM ആണ് ഇവിടെ നിൽക്കുന്നത്, ചഞ്ചലായും സന്തോഷിയും. ഈ 2 സ്ത്രീകളാണ് വില്ലേജുകളിൽ നടന്ന് ഈ സ്ത്രീകളെ എല്ലാം സുവിശേഷം അറിയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായി? 2 പേര്. ഈ 2 പേരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സൂമിനകത്തുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ 2 പേരെ സപ്പോർട്ട് ചെയ്യുന്നതും സുജിത് ബൂജിലെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സൂം ഗ്രൂപ്പിലെ സഹോദരങ്ങളാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? ഇതൊന്നും കിട്ടുകഥകളൊന്നുമല്ല. ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് സംവെയർ ഒരു സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കി എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളല്ല. ഇത് കർത്താവിന്റെ സുവിശേഷം ഓരോ മൂലയിലും മുക്കിനും ജമ്മുവിൽ എത്തി ആളുകൾ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്ന് ശിഷ്യത്വത്തിലേക്ക് വന്ന് വളരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത് നമ്മുടെ സുമൻ ദീദി, നമ്മുടെ സാറയാണ് ഷെയർ ചെയ്ത്. അന്ന് വിമൻസ് ഫോക്കസ് ആയിരുന്നതുകൊണ്ട് സുമൻ ഒരു പഞ്ചാബി സിഖ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരുടെ സാക്ഷിയൊക്കെ നമ്മുടെ മിഷണറി സെബിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായ മിനിസ്ട്രി ആയിരുന്നു അന്ന്. ഇത് നമ്മുടെ ഡോക്ടർ ആശു, ഞങ്ങളുടെ ഇവിടുത്തെ തിരുവല്ലയിൽ ബൈബിൾ സ്റ്റഡി, ഷീസ് ആക്ച്വലി ദ HOD ഓഫ് അനസ്തീഷ്യയുടെ HOD ആണ് ഇവിടെ. ഇങ്ങനെയുള്ളവരാ നമ്മുടെ കൂടെ വന്നത്. പക്ഷെങ്കിൽ ദേ വർ പോറിങ് ദെയർ ഹാർട്ട്, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യാൻ. അങ്ങനെ ഒരു നല്ലൊരു അവസരമാണ് ടീമിന് കിട്ടിയത്. അപ്പോൾ ഇത് മജൽത്ത. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ പോയി. അവിടെ RS പുര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് ഫീൽഡുണ്ട്.
ചവ്വാല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് ആളുകൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്ന് എല്ലാം കൊച്ചു 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 ഹൗസ് ചർച്ചസ് ആണ്. ആ വീടുകൾക്കകത്താണ് സംഭവിക്കുന്നത്. പുറത്തൊന്നും നമുക്ക് ചെയ്യാനുള്ള അനുവാദവും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ആ ബോർഡറിൻ്റെ അവിടെ പോയി അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പട്നി ടോപ്പ് എന്ന് പറഞ്ഞ് നത്ത ടോപ്പ്, അതായത് അവിടെ ആ ഏരിയയിൽ പൊക്കമുള്ള ഒരു സ്ഥലത്ത് കണ്ട സ്വിറ്റ്സർലൻഡ് പോലൊക്കെ ഇരിക്കും. ഇന്ത്യ പോലെ നല്ലൊരു മനോഹരമായ ദേശം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, വളരെ മനോഹരമായ സ്ഥലത്ത് പോകാൻ സാധിച്ചു. ആ സമയത്ത് ഒരുപാട് ഡസ്റ്റ് കയറി ഞങ്ങളുടെ ലങ്സിനകത്ത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് എല്ലാം ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഡൗൺ ആയി. പിന്നെ ആൻറ്റിബയോട്ടിക്കലൊക്കെ ആയിരുന്നു ഇത് നത്ത ടോപ്പ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിന്നെയും 14 മണിക്കൂർ യാത്ര ചെയ്ത് തിരിച്ച് രാത്രിയിൽ ഹരിയാനയിൽ വന്നു. അപ്പോൾ ഹരിയാനയിലാണ് ഫസ്റ്റ് മിഷണറി വർക്ക് തുടങ്ങുന്നത്. ഒരൊറ്റ മിഷണറി, വർഷങ്ങളോളം ഒരു ബിലീവർ പോലും ഇല്ല. ഇറ്റ്സ് എ വെരി ടഫ് സ്പേസ്. യമുനാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പിച്ചാൻ, അതായത് കുര്യൻ വർഗീസ് ഫസ്റ്റ് മിഷണറി. അന്ന് എൻ്റെ പിതാവും മാതാവും കൂടെ അവരെ അയച്ച് തുടങ്ങി. അന്ന് ഇതിനകത്ത് കണ്ടോ, ഞങ്ങൾ 18 പേരായി ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്ത്. ഈ വണ്ടിക്കകത്ത് കേട്ടോ, 18 പേര് ഇൻസൈഡ് ദാറ്റ് ഓട്ടോറിക്ഷ. എല്ലാവരും കൂടെ കയറി. ഇവിടെ ആണെങ്കിൽ 4 പേരിൽ കൂടി ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങ് പരാതിയാണ്, സ്ഥലമില്ല, ഇതില്ല. അവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, എല്ലാവരും അതിനകത്ത് കയറി യാത്ര ചെയ്തു. ഇത് നമ്മുടെ ഡാലസിലുള്ള സുമേഷ് ചാനാണ്. ഭാഗ്യവശാൽ ഈ സമയത്ത് അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് എടുത്ത് ഞങ്ങളുടെ കൂടെ വന്നു. അദ്ദേഹം ഇതെല്ലാം കണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ പെർമിഷനോടെ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറയാ, എൻ്റെ ജീവിതത്തിലെ വേസ്റ്റ് അക്കോമഡേഷനിലാണ് ഞാൻ താമസിച്ചത്. പുള്ളി പറഞ്ഞതാ കേട്ടോ. ഹി വാസ് വെരി ഓണസ്റ്റ്. പുള്ളി അങ്ങനെ സ്പിരിച്വൽ ഒന്നും പറഞ്ഞു. ദ വേസ്റ്റ്. എനിക്കിതൊന്നും ഐ ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് ദ അക്കോമഡേഷൻ വാസ് ദാറ്റ് ബാഡ്. കാരണം ഞാനിത് യൂസ് ടു ആണല്ലോ. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അങ്ങ് സ്വിച്ച് ചെയ്യും. മിഷൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ സൗകര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ദ വേസ്റ്റ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ദാറ്റ് ഐ ഹവ് എവർ സ്റ്റേഡ്. എന്നിട്ട് പുള്ളി അതിനോട് ചേർത്തിട്ട് പറയാ, ബട്ട് ഇറ്റ്സ് ദ ബെസ്റ്റ് സ്ലീപ്പ് ഐ ഹവ് എവർ ഹാഡ്. ഞാൻ ഇതുപോലെ നന്നായി ഉറങ്ങിയ ഒരു സമയവും വേറെ ഇല്ല. കാരണം മനസ്സ് നിറയുമ്പോൾ പിന്നെ നമുക്ക് ഇതൊന്നും വലിയ വിഷയമല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ഫോട്ടോ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാനും എൻ്റെ പേരൻസും എനിക്കൊന്നൊരു 35 years ബാക്ക് പോയി ആദ്യത്തെ അല്ല, ഇത് 2ാമത്തെ ബിൽഡിംഗ് ആണ്. യമുനാനഗറിലെ ബിൽഡിംഗ് ആണ് ഇത് ഞാനാ കേട്ടോ. ഇത് ഞാനും എൻ്റെ ചേച്ചിയോ കേട്ടോ. ഇത് അന്ന് ആ ബിൽഡിംഗ് ഫസ്റ്റ് ബിൽഡിംഗ്. അതിന് മുമ്പൊരു ചേർച്ച് ഉണ്ടായിരുന്നു. ഇത് ഇപ്പൊ പാസ്റ്റർ കുര്യൻ വർഗീസും വൈഫ് സുശീല മാമിയും, ഇത് കണ്ട നമ്മുടെ അബിയും അക്സായും. ഇതാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നിട്ട് ഇത് സെയിം ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യുക. ഇത് തമ്പിച്ചാനാണ്, കുര്യൻ വർഗീസ്, ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന്. ഇപ്പോ ഇത് 4 പ്രാവശ്യം റീഡൂ ചെയ്തു കേട്ടോ. കാരണം സ്ഥലമില്ല. ഇപ്പം അടുത്ത നെയ്ബറിന്റെ വീട്ടിനകത്ത് ലാസ്റ്റ് വോളയിൽ വന്നാണ് നിൽക്കുന്നത്. ഇനിയും നമുക്ക് പണിയാൻ സ്ഥലമില്ല. ഫുൾ ആളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൺവെൻഷൻ അല്ല, പറഞ്ഞ റെഗുലർ സൺഡേ ഓർത്തോണം, ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാഞ്ഞ സ്ഥലമാണ് കേട്ടോ. നോട്ട് എ സിംഗിൾ ക്രിസ്ത്യൻ. എല്ലാം ജാട്ട്, സിഖ്, ഇതിനകത്തു നിന്നൊക്കെ വരുന്നവരാ. നിറച്ച ആള്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ ജോൺ ഉണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് മിഷൻ ട്രിപ്പിന് വരുന്നത്. ഹീ കെയിം ടു ദ ലോർഡ് നമ്മുടെ ക്യാമ്പസിനകത്ത്. അപ്പോൾ ഡോക്ടർ ജോണ് പുള്ളിയെ പിക്കപ്പ് ചെയ്യാൻ വന്ന ഒരു പുള്ളിയോട് ചോദിച്ചു, നിങ്ങളുടെ സാക്ഷി എന്തോ? സാക്ഷി എല്ലാം പറഞ്ഞു, ഞാൻ ജയിലിൽ കടന്നേച്ച് വന്ന കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി. അപ്പോൾ ജോണ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേച്ച് ഇങ്ങനെ ഡേസ്റ്റായിട്ട് എന്നെ നോക്കുക. എന്നോട് പറയാ, ഓരോരുത്തരോടും സാക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ ജയിലിൽ കിടന്നു, ഒരുത്തൻ തുഴി കൊണ്ടു, ഇതെന്തുവാ ദിസ് ഇസ് ആസ് ഇഫ് ഇറ്റ്സ് ദ നോർമൽ യുനോ. പക്ഷെങ്കിൽ ഇവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമ സഭയുടെ ആ ഒരു എന്താ പറയണ്ടേ അനുഭവം എന്ന് പറയത്തില്ലേ, നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കാണാതെ നമുക്ക് ഇതെന്താണെന്നും മനസ്സിലാകത്തില്ല. ഞാൻ നമ്മുടെ ഇത് ആ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതേപോലെ ഇതപ്പം ആദ്യം നമ്മളെ ബിൽഡിംഗ് പണിയുമ്പോൾ അപ്പ പ്രസംഗിക്കുന്ന തമ്പിച്ചാൻ്റെ കൂടെ കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ ഞാനും തമ്പിച്ചാനോട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് ഐ വാണ്ടഡ് ടു ഷോ ഇറ്റ്. ദ ഓൺലി തിങ് ഈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ അത് 1 year കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2 years ആയിരിക്കും, ചിലപ്പോൾ 5 years, 20 years, 30 years കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിത്ത് വിതച്ചതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ ദൈവം ഞങ്ങൾക്കും ഭാഗ്യം തന്നു. ഞാൻ നമ്മുടെ ഒരു സ്നേഹം രഘുബീറിൻ്റെ ഫോട്ടോ ഒരു വീഡിയോ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കണ്ടോ, പുള്ളി കൈയടിക്കുന്നത് കണ്ടോ? കൈയില്ല, നോ ഹാൻഡ്. ആരാധന തുടങ്ങിയാൽ പുള്ളിയുടെ കൈയടി നിൽക്കത്തില്ല. രഘുബീർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്ന ഒരു വീഡിയോ ആയി കാണുന്നത്.
ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരെല്ലാം വന്നിരിക്കുന്നത് ഏതാണ്ട് നേടാൻ വേണ്ടിയാ. നേടാൻ വേണ്ടിയൊന്നുമല്ല, ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് വന്നതാ. സംടൈംസ് വി ഗെറ്റ് ഇൻ ടു ദിസ് നെറേറ്റീവ്, അയ്യോ ഇവരില്ല ഇങ്ങോട്ട് വന്നത് അങ്ങനെ അങ്ങനെ ഒന്നുമല്ല. ഇവർ ഒരുപാട് ത്യാഗം സഹിച്ച് അവരുടെ ചുറ്റുമുള്ള ആ ഫാമിലീസിൻ്റെ നിന്ന് ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട്, പക്ഷെ വന്നത് എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ മഹത്വം കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫാമിലി ഫോർ എ ഫാമിലി, നിങ്ങൾ പലരും ഇതിനകത്ത് ഓൾറെഡി യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. ഗോഡ് ബ്ലെസ് യു ഫോർ ഇറ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, അയക്കാതെ എങ്ങനെ പോകും, പോകാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ അവർ കേൾക്കും, കേൾക്കാതെ അവരെങ്ങനെ വിശ്വസിക്കും? സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദീസ് മിഷണറീസ്. പണ്ട് ഞാൻ കുറച്ചുകൂടെ അപ്പോളജറ്റിക്കലായിട്ടാണ് പറയുന്നത്, ഇപ്പം എനിക്ക് ഒരു അപ്പോളജിയും ഇല്ല. നമ്മുടെ സഹോദരന്മാരോട് ഞാൻ പറയും, വി ഹാവ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദ മിഷൻ. നമ്മൾ പോകുന്നില്ല എങ്കിൽ നമ്മൾ അയക്കണം. അതുകൊണ്ട് ഫാമിലി ഫോർ എ ഫാമിലിക്കകത്ത് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നി 560 മിഷണറിമാരിൽ 76 ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെയൊക്കെ വരുമാനം അനുസരിച്ച് നോക്കിയാൽ ഇതൊന്നും വലിയ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ വി ക്യാൻ സപ്പോർട്ട് ദീസ് മിഷണറീസ്. നിങ്ങളിത് കാര്യമായിട്ട് എടുക്കണം. ദൈവം സഹായിച്ച് നമുക്ക് ഇനിയും വരുന്ന കാലങ്ങളിൽ ഒരുപാട് മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം നമുക്ക് കൃപ തരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങൾ ആസ് എ ഫാമിലി ഇതിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഞങ്ങൾ വി ആർ ഓൺലി ടെല്ലിങ് അതേഴ്സ്, വി ഓൾസോ സപ്പോർട്ട് ഫാമിലീസ് ത്രൂ ദിസ് പ്രോഗ്രാം. അതുകൊണ്ട് നിങ്ങൾ കൈത്താങ്ങൽ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റഡിയിലേക്ക് ഞാൻ പോവുകയാണ്. ഒറ്റ കാര്യം, കർത്താവിലുള്ള നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. അവർ ലേബർ ഇൻ ദ ലോർഡ് ഇസ് നോട്ട് ഇൻ വെയിൻ. കർത്താവ് തൻ്റെ സഭയെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹി ഈസ് ബിൽഡിങ് ഹിസ് ചർച്ച്. ദ ചർച്ച് ഇസ് ഗ്രോയിങ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ ഇടുങ്ങിയ ചിന്തയിൽ നമ്മൾ ചിന്തിക്കും ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനൊന്നുമല്ല. ഗോഡ് ഇസ് ബിൽഡിങ് ഹിസ് ചർച്ച് ഇൻ എ വേ ദറ്റ് യു കനോട്ട് ഈവൻ ഇമാജിൻ. സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൈബിൾ സ്റ്റഡി നടക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം കർത്താവ് ഞങ്ങളെ പേഴ്സണലി ഇവിടുന്ന് പോയ ടീമിനെ അകത്തൊരു തീ കത്തിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സോ വി വോണ്ട് ടു ഡു മോർ. ഇനിയുമുള്ള ആയുസ് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നിങ്ങളും അതിൻ്റെ ഭാഗമാകണം. സോ കീപ് പ്രേയിങ് ഫോർ ദിസ് ആസ് വെൽ. പിന്നെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ US ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരാനെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആട്ടെ. ഒരുപാട് സമയം പോയി. നമുക്ക് മത്തായിയുടെ സുവിശേഷം 17 നമുക്ക് കടക്കാം. ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്. മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പോൾ ഇതുവരെ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും മനുഷ്യനായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ, ദേ ആർ യൂസ്ഡ് ടു ദ ജീസസ് ദേ നോ. അവർക്കറിയാം അവരെ പോലെ ഉള്ള ഒരു വ്യക്തി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് യേശു കർത്താവ് പറയുന്നത് നമുക്ക് മലയിലേക്ക് പോകണം. ഏത് മലയാണെന്നുള്ളത് വ്യക്തതയില്ല. ചിലർ പറയും മൗണ്ട് ടാബോർ ആണെന്ന്, ചിലർ പറയും മൗണ്ട് ഹെർമൺ എന്ന്. പക്ഷേ മൗണ്ട് ഹെർമൺ ആകാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം അങ്ങ് ഒത്തിരി ഉയരമാണ് മൗണ്ട് ഹെർമോൻ. അതാകാൻ സാധ്യത കുറവാ. ഏതുമായിക്കൊള്ളട്ടെ, നമുക്ക് ആർക്കും അറിയത്തില്ല. എനിവേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഏത് മലയിൽ പോയി എന്നുള്ളത് വിഷയമല്ല. പക്ഷെങ്കിൽ ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഒന്നാമത്, സ്പിരിച്വൽ ഡെപ്ത് റിക്വയർസ് ഇന്റൻഷണൽ സെപ്പറേഷൻ. ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നും ഒരു വേറിട്ട അനുഭവം വിശ്വാസിക്കുണ്ടെങ്കിൽ മാത്രമേ ആത്മീകമായ ആഴത്തിലേക്ക് കടക്കാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇഫ് വി നീഡ് എ ക്ലോസർ വാക്ക്, കർത്താവിനോട് ഒരു പടിയും കൂടെ ചേർന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു വേർപാട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതില്ലാതെ പറ്റത്തില്ല. നമുക്ക് അതും വേണം ഇതും വേണം എല്ലാവരും വേണം, നടക്കത്തില്ല. ദർ ഇസ് എൻ ഇന്റൻഷണൽ കമ്മിങ് അപ്പാർട്ട്. ഇന്റൻഷണൽ, ദൈവത്തോട് ചേർന്ന്. അപ്പൊ ആഴത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ജനക്കൂട്ടത്തിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആവശ്യമാണ്.
പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് മോശയും ഏലിയാവും കൂടെ വെളിപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? മോശയും ഏലിയാവും. ഈ പത്രോസ് മോശയും ഏലിയാവും എന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ മോശ ഏലിയാവെന്നാന്ന് എങ്ങനെയാ മനസ്സിലായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയും മോശ ഏലിയാവ് ഉണ്ടെന്ന്. പത്രോസിന് എങ്ങനെയാ മനസ്സിലായത് മോശ ഏലിയാവാണെന്ന്? അതൊരു ചോദ്യമല്ലേ? അവർ ഫോട്ടോ കണ്ടിട്ടില്ല. നേരത്തെ ഈ മോശയെ കണ്ടിട്ടില്ല, ഏലിയാവിനെ കണ്ടില്ല. ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചവരാ. പിന്നെ മോശ ഏലിയാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ മനസ്സിലായത്? അതിനകത്തെ ആത്മീയ പ്രമാണം ഇത്രയേ ഉള്ളൂ. വേറിട്ട് കർത്താവിനോട് കൂടെ പോകുമ്പോൾ മറ്റാളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. സോ ദ സീക്രറ്റ് ഓഫ് റെവലേഷൻ ഇസ് ഇൻറ്റിമസി. അത് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു. വെളിപ്പാടിൻ്റെ ആ രഹസ്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധമാണ്. ദ സീക്രറ്റ് ടു റെവലേഷൻ ഈസ് ഇൻറ്റിമസി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ആരുമില്ലാത്ത തനിയെ ഉള്ള ഒരു സമയം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ഇന്നലെ ഞാനൊരു സഹോദരനെ കണ്ടപ്പോൾ പറഞ്ഞു, മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, വി ഹാവ് ടു ഫൈറ്റ് ഫോർ ആ ടൈം ഫോർ ദ ലോർഡ്. കാരണം ഇതെല്ലാം ഇതിനു വേണ്ടി കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലേ? എവറി ടൈം ദർ ഇസ് സംതിങ് ഓർ ദി അതർ ദാറ്റ് ഇസ് കമ്പീറ്റിംഗ്. നമ്മുടെ ജോലികൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മറ്റു കാര്യങ്ങൾ, എന്റർടൈൻമെന്റ്, സോ മെനി തിങ്സ് ആർ കമ്പീറ്റിംഗ്. വി ഹാവ് ടു ഫൈറ്റ് ഫോർ ആ ടൈം വിത്ത് ദ ലോർഡ്. അങ്ങനെ വന്നാൽ മാത്രമേ ജനക്കൂട്ടത്തിൽ നിന്നുള്ള വ്യത്യാസം ആളുകൾ, നിങ്ങൾ ഓർത്തു നോക്കണം, 5000 പേരെ കർത്താവ് അങ്ങോട്ട് പോഷിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 4000 പേരെ പോഷിപ്പിച്ചു. ഇങ്ങനെ പോഷിപ്പിച്ച് ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു അനുഭവമാണ് ഈ 3 പേർക്ക് ലഭിച്ചത്. അപ്പം സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ഡു യു വാണ്ട് ദി എക്സ്പീരിയൻസ് ഓഫ് ദീസ് 3 ഓർ ഡു യു വാണ്ട് ദി എക്സ്പീരിയൻസ് ഓഫ് ദ ക്രൗഡ്? ഇത് ഭയങ്കര വ്യത്യാസമാണ്. ഇന്ന് അനേകർക്ക് ഇങ്ങനെ, അവർക്ക് മീറ്റിംഗ് വരണം, അവർക്ക് ആരാധിക്കണം, ചാടണം, അനുഭവിക്കണം. ആ അനുഭവത്തിൽ നിന്ന് അടുത്ത ഒരു തലമുണ്ട്, അത് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു തലമാണ്. സോ വി നീഡ് ടു കം അപ്പാർട്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താ പറയുന്നറിയോ? അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പോൾ രൂപാന്തരം നടക്കുമ്പോൾ 2 കാര്യങ്ങൾ, അകമേ മാത്രമല്ല പുറമേ ഒരു രൂപാന്തരം കൂടെ ഉണ്ടാകും. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ എക്സ്റ്റേണൽ. പൂർണ്ണരാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യമായി വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആരാണ്ട് ഇപ്രകാരം പറഞ്ഞതുപോലെ, നമ്മൾ മാനസാന്തരപ്പെട്ടാൽ വീട്ടിലെ പട്ടിക്ക് പോലും മനസ്സിലാകും മാനസാന്തരപ്പെട്ട്. കാരണം ഇതുവരെ പട്ടിയെ തൊഴിച്ചവൻ തൊഴിക്കത്തില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റേത്. ഇപ്പോൾ ഉള്ളിൽ രൂപാന്തരം വന്നിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യമായി അത് വെളിപ്പെട്ടിരിക്കും, അതിന് സംശയമൊന്നും ഇല്ല. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ചില ലെസൺസ്. പിന്നെ പെട്ടെന്ന് മോശയും ഏലിയാവും മുമ്പിൽ വരിക. മോശ ഏലിയാവിൻ്റെ പ്രസക്തി ഇത്രയേ ഉള്ളൂ. മോശ എന്ന് പറയുന്നത് ന്യായപ്രമാണം, ഏലിയാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകന്മാർ. സോ ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്, അതിൻ്റെ ഫുൾഫിൽമെന്റ് യേശു കർത്താവില. ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്, അതാണ്. അപ്പം ഇതിനകത്ത് 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മോശ എന്ന് പറയുന്നത് മരിച്ചിട്ട് മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തി. 2, ഏലിയാവ് എന്ന് പറയുന്നത് മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തി. 2 കൂട്ടരാണ്, അല്ലയോ? മരിച്ചിട്ട് മഹത്വത്തിലേക്ക് കയറിയ വ്യക്തി, മരിക്കാതെ മഹത്വത്തിലേക്ക് കയറുന്ന വ്യക്തി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവിന് നല്ലൊരു നിഴലല്ലേ? അവൻ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ മേഘങ്ങളിൽ അവനോടുകൂടെ എടുക്കപ്പെടും. അപ്പോൾ വി ആർ സീയിങ് a beautiful picture of even the second coming of Christ. അല്ലയോ? ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു മോശയെ പോലെ, ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാമോ മേഘങ്ങളിൽ അവനോടുകൂടെ എടുക്കപ്പെടും, ഏലിയാവിനെ പോലെ മരിക്കാതെ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അതുകൊണ്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അതാ ഞാൻ പറയുന്നത്, യു ക്യാൻ സീ ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് കൺസീൽഡ്
ആൻഡ് ക്രൈസ്റ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് റിവീൽഡ്. ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ നിയമവും നന്നായി പഠിക്കണം എന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത്. പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. എന്തുവാണെന്നറിയോ? മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നത് അവർ കണ്ടു. മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുക. എന്തോ അവർ പറഞ്ഞേ? എന്തോ അവർ പറഞ്ഞു? എന്തോ അവർ പറഞ്ഞു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മോശയും ഏലിയാവും യേശു കർത്താവിനോട് എന്തോ പറയുന്നത്? അറിയണ്ടേ? നിങ്ങൾ എന്തോ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ തമ്മിൽ സംസാരിക്കാൻ നമ്മൾ പറയത്തില്ല, നിങ്ങൾ എന്തോ ഇപ്പം അങ്ങോട്ട് പറഞ്ഞേ? ഒന്ന് അറിയാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തോ ഇപ്പം അങ്ങോട്ട് പറഞ്ഞേ? അപ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാർ നോക്കുമ്പോൾ മോശയും ഏലിയാവും, അതായത് പഴയ നിയമത്തിൽ ഓർത്തോണം, ഒരു ക്രോസ് ഓവർ ടൈമിലാണ് ജീവിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് മാറുന്ന ആ കാലഘട്ടത്തിൽ മോശ ഏലിയാവ് എന്ന് പറയുന്ന അന്നത്തെ സ്റ്റോൾവേർഡ്സ്, ആ മോശയും ഏലിയാവും യേശു ക്രിസ്തുവിനോട് സംസാരിക്കുക. എന്തോ അവർ സംഭാഷിച്ചത്? അത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലില്ല, പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയട്ടെ. 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. യേശു എന്തോ പറഞ്ഞത്? മോശെ, ഏലിയാവ് എന്തോ പറഞ്ഞത്? അത് മനുഷ്യപുത്രൻ മരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. പ്രിയമുള്ളവരെ, രഹസ്യം മനസ്സിലായോ? The most important topic of discussion down the ages, ഏത് തലമുറയിലും ഏത് കാലഘട്ടത്തിലും ഏറ്റവും പ്രസക്തിയേറിയ വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം. പറഞ്ഞ മനസ്സിലായോ? അത് മോശയാകട്ടെ, ഏലിയാവാകട്ടെ, പഴയ നിയമ വിശുദ്ധന്മാരാകട്ടെ, പുതിയ നിയമമാകട്ടെ, ഈ കാലഘട്ടത്തിൽ 2026 യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും വൻ ടെക്നോളജിയും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലത്താണെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ദാറ്റ് ഈസ് ദ ഗോസ്പിൾ. ഇതിൻ്റെ അപ്പുറം ഒരു വിഷയമില്ല. ചിലർ പറയത്തില്ലേ, നമുക്ക് അടുത്ത തലത്തിലേക്ക് ഉയരുമ്പോഴത്തേക്ക് വളരെ ആഴം, ഇതിനേക്കാൾ ആഴമേറെ വിഷയമില്ലെന്ന്. ന്യായപ്രമാണം തന്ന മോശ, അതിൻ്റെ അപ്പുറത്തോട്ട് ആർക്കും അറിയത്തില്ലല്ലോ. പഞ്ചഗ്രന്ഥങ്ങൾ തന്ന അതിൻ്റെ അപ്പുറത്തോട്ട് ആരുമില്ലല്ലോ. പ്രവാചകന്മാരുടെ പ്രവാചകനായ ഏലിയാവ്, പിന്നെ ദൈവപുത്രൻ തന്നെ യേശു ക്രിസ്തു. ഇവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്തുവാ? യെരുശലേമിൽ പ്രാപിപ്പാനുള്ള. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഇത്രയും നൂറുകണക്കിന് യൗവനക്കാർ കൂടി ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു വിഷയമേ ഉള്ളൂ. എന്തുവാണെന്നറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ടോപ്പിക്സ് ഒന്നുമില്ല. ഓൺലി വൺ ടോപ്പിക്: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഇത്രയും വിവരമുള്ള പൗലോസ് ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ച് ഇത്രയും ടോപ്പിക്സ് സംസാരിക്കാൻ കഴിവുള്ള പൗലോസ് പറയുക, ഞങ്ങൾക്ക് ഒറ്റ വിഷയം: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതായിരിക്കട്ടെ നമ്മുടെയും വിഷയം. അതുകൊണ്ട് ഇച്ചിരി സമയം ആരെങ്കിലോട്ടൊക്കെ സംഭാഷിക്കാൻ കിട്ടിയാൽ ഒരു ടോപ്പിക്കേ കാണാവൂ. എന്താണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഓക്കെ, ആട്ടെ. പെട്ടെന്ന് പത്രോസിനൊരു ഐഡിയ. ഈ പത്രോസിന്റെ സ്വഭാവം നല്ല സ്വഭാവം. ചിന്തിക്കുന്നതിന് മുമ്പ് സംസാരിക്കും. അറിയാമോ? എന്ത് പറഞ്ഞാലും ആദ്യം അങ്ങ് പറയും, പിന്നെ ചിന്തിക്കുന്നത് എന്തുവാ ഞാൻ പറഞ്ഞ, എന്തുവാ ചെയ്തത്. ആദ്യം എടുത്തുചാട്ടക്കാരൻ. ഇങ്ങനെയുള്ള പുള്ളികളെയും കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് കേട്ടോ. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കർത്താവിനോട്. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മളെ കാണിച്ചു തരുന്നതുകൊണ്ട്. ഭയങ്കര മുൻകോപിയാണ്, എടുത്തുചാട്ടക്കാരാണ്. പറയുന്നതിന് മുമ്പ് കാത് വെട്ടിക്കളയും, പറയുന്നതിന് മുമ്പ് വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. ഇദ്ദേഹം വേറെ ഒരു വെറൈറ്റിയാണ്. അപ്പം ഉടനെ തന്നെ പത്രോസ് ഈ എന്താ പറയണ്ടേ, ക്വിക്ക് ആക്ഷനാണ്. പുള്ളിക്ക് സമയമൊന്നുമില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. ഉടനെ പറയുക, എന്നാൽ യേശുവിനോട്, കർത്താവെ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്, നല്ല അഡ്വൈസ് ഒക്കെ കർത്താവിന് കൊടുക്കുക. നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ലേ? മോശയുണ്ട്, ഏലിയാവുണ്ട്, അങ്ങുണ്ട്, പിന്നെന്തോ വേണം? നമുക്കിവിടെ ഇരിക്കാം. സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ട് മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പൊ പത്രോസിന്റെ ഐഡിയ കൊള്ളാം. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തൊരു രസം. യേശു കർത്താവ് ഇങ്ങനെ തേജസ്സോടെ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ്. അതുകൂടാതെ മോശയുണ്ട്, ഏലിയാവുണ്ട്. ഇതിൽ കൂടുതൽ എന്തോ വേണം? എന്നാ ഒരു കാര്യം ചെയ്തേക്കാം, 3 കൊട്ടിലങ്ങിട്ടേക്കാം. അപ്പം ഇതങ്ങോട്ട് പറയുന്നതിന്റെ താമസം പത്രോസിന് നല്ലൊരു ക്രിറ്റിസിസം. അപ്പൊ പറയാണ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ്, നമുക്ക് നല്ലതാണെന്ന്.
എന്തുകൊണ്ടാണ് യേശു കർത്താവ് പത്രോസിനെ ശാസിച്ചത്? എന്തുകൊണ്ടാണ് ശാസിച്ചത്? ഒന്നാമത്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ് ടു ബി ഹിയർ. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാരോ? അത് നമുക്ക് വിഷയമില്ല, ഇപ്പൊ നമ്മളിവിടെ ഉണ്ടല്ലോ, നമുക്കിത് നല്ലതാ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ലതാന്ന് നമ്മളങ്ങ് പറയും. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ബൈബിൾ സ്റ്റഡി കൂടുന്ന 10 വർഷമായിട്ട് കൂടുന്ന. അവരെൻ്റെ ഉറ്റ സ്നേഹിതരാ. അവരാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നതും ഒക്കെ അവരാ. അപ്പോൾ ഞാൻ ഈ ബൈബിൾ സ്റ്റഡി ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോള് ഫുള്ളായി. പഴയ ഒരു മൂലയാണ് ഞങ്ങൾക്ക് തന്നത്, അപ്പം അത് ഫുള്ളായി. അപ്പോൾ കുറച്ചുകൂടെ വലിയ സ്പേസ് വേണം. അപ്പോൾ വലിയ സ്പേസ് ദൈവം ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടെ വലിയ സ്പേസ് തന്നു. അപ്പോൾ ആ വലിയ സ്പേസിലേക്ക് ഞങ്ങൾ കൂടിയപ്പം എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു, ചെറി ഇനി ഈ ഗ്രൂപ്പ് വലുതാക്കില്ല കേട്ടോ, നമ്മളിപ്പം നല്ല കംഫർട്ടബിൾ അല്ലേ എല്ലാവരുമായിട്ടും, ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് വലുതാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഇറ്റ്സ് ഗുഡ്, നല്ലൊരു സ്മോൾ ഗ്രൂപ്പായിട്ടിരിക്കുന്നത് നല്ലതാണ്. ബട്ട് ഹൗ അബൌട്ട് ദി അതേഴ്സ്? ബാക്കിയുള്ളവരും വളരണ്ടേ, ബാക്കിയുള്ളവരും വചനത്തിൽ ഉറയ്ക്കണ്ടേ? കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രവണതയാണ് ഈ എന്താ പറയണ്ടേ, മരുരൂപ മലയ്ക്കകത്ത് കയറി അങ്ങ് നല്ല സുഖമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ തന്നെ മതിയല്ലോ, ഇനി വേറെ. പത്രോസിനോട് കർത്താവ് പറയാ, ഹലോ, നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര് മതി, പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഹൃദയം വലുതാണ്. അതുകൊണ്ട് നെവർ ഗെറ്റ് ഇൻ ടു എ കൊക്കൂൺ. നമുക്ക് മറ്റുള്ളവരെയും കൂടി ഇതിനകത്തോട്ട് വിളിക്കണം, മറ്റുള്ളവരും ഇതിൻ്റെ ഭാഗമാകണം. 3, ഈ എന്തുകൊണ്ടാണ് കർത്താവ് പത്രോസിനെ ശാസിച്ചത്? മൂന്നാമത്, ഈ മരുരൂപ മലയിൽ തന്നെ നിൽക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. ഓൾവേസ് എ മൗണ്ടൻ ടോക്ക് എക്സ്പീരിയൻസ്. ചിലരെ സംബന്ധിച്ചിട്ടില്ല, മീറ്റിങ്ങിന് വരും, ഭയങ്കര സന്തോഷം, ആരാധന, ഭയങ്കര. ഇത് കഴിഞ്ഞിട്ട് മലയിൽ നിന്ന് താഴേക്കൊന്ന് ഇറങ്ങണം. അവിടാണ് ഭൂതഗ്രസ്തനായിട്ടുള്ള പയ്യൻ ഇരിക്കുന്നത്, അവിടാണ് നമ്മുടെ ശുശ്രൂഷ ആവശ്യമായിട്ടുള്ളത്, അവിടാണ് ആവശ്യത്തിലും ഭാരത്തിലുമായിരിക്കുന്നവർ ഇരിക്കുന്നത്, അവിടെയാണ് നഷ്ടപ്പെട്ട യുവാക്കൾ ഇരിക്കുന്നത്, അവിടെയാണ് സുവിശേഷം നാം പ്രസംഗിക്കേണ്ടത്. ഇന്നലെ ഞങ്ങളുടെ കൂടെ സാക്ഷി പറയാം, ഞങ്ങളുടെ മിഷൻസ് ഇന്ത്യ വർക്ക് ചെയ്യുന്ന ബെൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു. അവനിവിടെ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയതേ ഉള്ളൂ. 2 വർഷം മുമ്പ് മയക്കുമരുന്നിന് അടിമ, ഓവർഡോസ് ആയിട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത് ജയിലിൽ. അവൻ്റെ സാക്ഷ്യം പറയായിരുന്നു, ജയിലിൽ നിന്ന് ഇറങ്ങും, 2 ദിവസം കഴിയും പിന്നെയും കയറും. കാരണം അവൻ കഞ്ചാവ് തുടങ്ങി, അഡിക്റ്റ് ആയെന്ന് മാത്രമല്ല ഇതിൻ്റെ കച്ചവടം തുടങ്ങി. ഈ കച്ചവടം അവൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവന്നു. അവനിപ്പോൾ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്, ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള അനേകര് എന്നിട്ട് അവൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറയാം, ഈ കൈ കഞ്ചാവ് കച്ചവടം ചെയ്തതാ, ഇപ്പൊ ഈ കറുത്ത പുസ്തകം പിടിച്ചുകൊണ്ട് യേശു കർത്താവിനെ ഉയർത്തുന്നതിന്റെ കാരണം എന്നാ? അവന്റെ അടുക്കൽ സുവിശേഷം എത്തിക്കാൻ ആരെങ്കിലും പോയതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്നാ, നമുക്ക് നല്ല സുഖമല്ലേ, എല്ലാം നല്ലതാണ്, വളരെ നല്ല ആരാധന, വളരെ നല്ല വർഷിപ്പ്, നല്ല ബൈബിൾ സ്റ്റഡി, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് ഇവിടെ നമുക്ക് കൊട്ടിലൊക്കെ ഇട്ട് സുഖമായിട്ട് ജീവിക്കാം. കർത്താവ് പറയുന്നത് എന്നറിയോ? മലയുടെ താഴ്വരകളിൽ നമ്മുടെ സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകരുണ്ട്. സോ വി ഹാവ് ടു ഗെറ്റ് ഡൗൺ. 3. 4, എന്തുകൊണ്ടാണ് ക്രിറ്റിസിസം? പത്രോസ് പെട്ടെന്ന് ഇവരെ 3 പേരെയും ഒറ്റ കാറ്റഗറിക്കകത്ത് കിട്ടും. ഒരു കൊട്ടിൽ നിനക്കും, ഒരു കുട്ടിൽ മോശയ്ക്കും, ഒരു കൊട്ടിൽ ഏലിയാവിനും. ഏതാ? പെട്ടെന്ന് ഇവർ 3 പേരും ഒരു കാറ്റഗറി. അപ്പോഴാണ് മേളിൽ നിന്ന് ശബ്ദം, മോശ നല്ലതാണ്, ഏലിയാവ് നല്ലതാ, പക്ഷേ നിങ്ങൾ ചെവി കൊടുക്കേണ്ടത് ആർക്കാ? എൻ്റെ പ്രിയ പുത്രൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനേക ദൈവമക്കളും ദൈവദാസന്മാരും കാണും. പക്ഷെ ചെവി കൊടുക്കേണ്ടത് യേശുവിന് വേണ്ടി മാത്രം. മനസ്സിലായോ? ദേ മൈറ്റ് ബി ഗ്രേറ്റ് സ്റ്റോൾ. ചിലരാണെങ്കിൽ ചിലരെയൊക്കെ അങ്ങ് പൂജിച്ച് അവരുടെ പുറകെ നടന്നു കാണുമ്പം കർത്താവ് പറയുന്നത്, നിങ്ങൾ മോശയ്ക്കും ഏലിയാവിനും എനിക്കും ഒരേ ലെവലിൽ നിങ്ങൾ എന്നെ കാണരുത്. മനസ്സിലായോ? ചെവി കൊടുക്കേണ്ടത് ഒരുവൻ. ലിസൺ ടു ഹിം, നോട്ട് യുവർ ഐഡിയാസ്, നോട്ട് യുവർ ആംബിഷൻസ്. പത്രോസേ, നിനക്ക് നല്ല ഐഡിയ ഉണ്ട്, നിനക്കൊരു ആംബിഷൻ ഉണ്ട്, നിനക്ക് 3 കൊട്ടിൽ കെട്ടണമെന്നുണ്ട്, പക്ഷെ അതല്ല നീ കേൾക്കേണ്ടത്. നീ കേൾക്കേണ്ടത് എൻ്റെ പ്രിയപുത്രൻ്റെ ശബ്ദം. സോ എന്തുകൊണ്ടാണ് പത്രോസിന് ശാസന ലഭിച്ചത്? ഇതുകൊണ്ടാണ്. 3 പേരെയും കൂടെ ഒരു കാറ്റഗറിയിൽ കയറ്റാൻ ഒക്കത്തില്ല, സെൽഫിഷ് ആകാൻ ഒക്കത്തില്ല. നമ്മുടെ സേവനം
ത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അനേകര് മലയുടെ അടിവാരത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ എത്ര വലിയ ആളുകളുണ്ടെങ്കിലും യേശു കർത്താവിനെ ചെവി കൊടുക്കാവൂ, മനുഷ്യന് നാം ചെവി കൊടുക്കരുത്. അതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. എങ്ങനെയാണ് ശിഷ്യന്മാർ പ്രതികരിക്കുന്നത്? 6 to 8 ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. യേശു അടുത്ത് എന്ന് അവരെ തൊട്ട്, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അപ്പൊ ഈ ഡിസൈപ്പിൾസിന്റെ റിയാക്ഷൻ എന്താ? പെട്ടെന്നൊരു ഭയം. നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ വി ഗെറ്റ് സോ യൂസ് ടു ദിസ് യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. ചിലപ്പോൾ നമ്മളങ്ങ് ടു യൂസ് ടു ആവും. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ ശാസിച്ചത്, അല്ലേ? ഒരിക്കലുമില്ല കർത്താവേ. യേശുവിന് ഉപദേശം കൊടുക്കുന്ന ഏക വ്യക്തി പത്രോസ. കാരണം എന്നാ? ഹി ഗോട്ട് സോ യൂസ് ടു ഇറ്റ്, ഫെമിലിയാരിറ്റി. അതിൻ്റെ ഇടയിലാണ് മഹത്വപ്പെട്ട തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയമായി. യോഹന്നാൻ അങ്ങനല്ലേ? യേശു കർത്താവിന്റെ മാറോട് ചേർന്ന് കിടന്നവനാണ്. പക്ഷെങ്കിൽ പത്മോസിന്റെ ദ്വീപിൽ എന്താ കണ്ടത്? അയ്യോ, എന്തുവാ കണ്ടത്? മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത. അത് കണ്ടു കഴിഞ്ഞപ്പം കവിണ് വീണ്. അതുവരെ മാറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഈ ഒരു റിയലൈസേഷനൂടെ നമുക്ക് ഉണ്ടാകണം. പക്ഷെങ്കിൽ ആ ഭയത്തിന്റെ ഇടയിൽ യേശു കർത്താവ് പറയുക, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട, ഡോണ്ട് ഫിയർ, ഡോണ്ട് ഫിയർ, ഡോണ്ട് ഫിയർ. എന്നാൽ ഇതിനകത്ത് കാണേണ്ട കാര്യം എന്നാണെന്നറിയോ? ആ റിയലൈസേഷൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ തേജസ്കരണം കണ്ടു കഴിഞ്ഞപ്പോൾ, അവരുടെ കണ്ണ് തുറന്നപ്പോൾ മറ്റാരെയും, യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. See, that is what happens when you encounter Jesus. യേശു കർത്താവിനെ യഥാർത്ഥമായി നമ്മൾ ഒന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു റിയാലിറ്റി എന്നാ? മറ്റൊന്നും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പിന്നെ പ്രസക്തിയില്ല, അല്ലേ? മറ്റൊന്നും. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കൻ പലപ്പോഴും സംഭവിക്കുന്നതാ. ആ പെൺകുട്ടിയെ സ്നേഹിച്ച ആ വിവാഹ ചടങ്ങിൽ ഈ പെൺകുട്ടിയെ മാത്രം നോക്കി വിവാഹത്തിന് ആരാ പങ്കെടുത്തതെന്ന് പോലും ഓർമ്മയില്ല, അല്ലേ? കാരണം എന്നാ? കണ്ണ് മുഴുവൻ ഈ പെൺകൊച്ചിന്റെ മേളില്ല. ഏതാ? ഇവര് വന്നോ, അവര് സമ്മാനം തന്നോ, അവര് വിഷ് ചെയ്തോ, ഇതൊന്നും ഓർമ്മയില്ല. കാരണം എന്നാ? ഹി ഹാഡ് ഐസ് ഫോർ ഓൺലി ഹർ എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവുമായിട്ടുള്ള ആ അഭേദ്യ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റാരും വേണ്ട. പിന്നെ നമുക്ക് വിശുദ്ധന്മാർ വേണ്ട, നമുക്ക് അങ്ങോട്ട് നോക്കാൻ ഹീറോസ് വേണ്ട. ഇവരൊക്കെ ഉള്ളതൊക്കെ നല്ലതാ. പക്ഷെങ്കിൽ കണ്ണ് യേശുവിലേക്ക് മാത്രം ആയിരിക്കട്ടെ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസനാണ്. ജീസസ് അലോൺ ഇസ് സഫിഷ്യൻറ്റ് ഫോർ ദ മൊമെന്റ്. ഹി അലോൺ ഇസ് സഫിഷ്യൻറ്റ് ഫോർ എ ലൈഫ് ടൈം. ഹി അലോൺ ഇസ് സഫിഷ്യൻറ്റ് ഫോർ ഇറ്റേണിറ്റി. അല്ലേ? എൻ്റെ ഈ ഒരു അവസ്ഥയിൽ, എൻ്റെ ഈ കാലഘട്ടത്തിൽ യേശു കർത്താവ് മതി. ഈ ജീവിതത്തിൻ്റെ ഈ അനുഭവത്തിൽ യേശു കർത്താവ് മതി. നിത്യതയോളം യേശു മാത്രം മതി എന്നുള്ള ആ ഒരു വലിയ സത്യമാണ് മരുരൂപമലയിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായത്. ആട്ടെ, പിന്നെ യേശു കർത്താവ് പറയുന്നുണ്ട് 9 to 13 ഏലിയാവിൻ്റെ കാര്യം. കാരണം പെട്ടെന്ന് ഈ മലാക്കി പ്രവചനത്തിലുള്ള ചില കാര്യങ്ങൾ ശിഷ്യന്മാരുടെ ഓർമ്മയിൽ വന്നു. 9 മുതൽ 13 വരെ. അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവരോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും, സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. അപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ. എന്തുവാണെന്നറിയോ? പ്രവചനം അനുസരിച്ച് മലാഖി പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ഭയങ്കര നാളിന് മുമ്പ് ഏലിയാവ് വരണം. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇങ്ങനെയാണല്ലോ ശാസ്ത്രിമാർ പറയുന്നത്, നീ മശിയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഏലിയാവ് വന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇത് ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, മോശയും ഏലിയാവിനെയും കൂടെ മരുരൂപമാലെ കണ്ടുകൊണ്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പെട്ടെന്ന് ഏലിയാവിനെ കണ്ടു. ഏലിയാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ, ഇവൻ മശിഹയാണ്, പക്ഷെ മശിഹ ആകണമെങ്കിൽ അവൻ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരണം. പക്ഷെ മലാഖി പ്രവചനത്തിലുള്ള ആ പ്രവചനം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്.
രണ്ടാമത്തെ വരവിന് മുമ്പ് വരുന്ന ഏലിയാവ്. ഭയങ്കര നാള്, ദൈവത്തിന്റെ ആ ഡ്രെഡ്ഫുൾ ഡേ ഓഫ് ദ ലോഡ് അല്ലേ? അപ്പൊ യേശു കർത്താവ് എന്നാ പറയുന്നതെന്നറിയോ? അത് രണ്ടാമത്തെ വരവിനെ കുറിച്ചാണെങ്കിലും ആദ്യത്തെ വരവിലും ഏലിയ വന്നു. എങ്ങനാ വന്നത്? യോഹന്നാൻ സ്നാപകനിലൂടെ, ഏലിയാവിന്റെ ആത്മാവുള്ളവൻ അല്ലേ? അപ്പോൾ അവൻ വന്നു കഴിഞ്ഞു. പക്ഷെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും തിരിച്ചറിഞ്ഞില്ല, അവനെ കൊന്നുകളഞ്ഞു. ഹെരോദാവ് അവനെ കൊന്നു കളഞ്ഞു. അതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മലയിൽ നിന്ന് അവർ താഴേക്ക് വന്നപ്പോൾ അവിടെ ആവശ്യത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്നു അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രയോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഈ ചെറുപ്പക്കാരൻ, ഈ യുവാവിന് ഒരു അപ്പന്റെ വേദനയാണ്. അപ്പൻ വന്ന് മുട്ടുകുത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ മകന് രോഗമുണ്ട്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീയിലൊക്കെ അവൻ്റെ എടുത്ത് ചാടും, അവനെ സൗഖ്യമാക്കണം. അപ്പൊ ഇത് സാധാരണ രോഗമല്ല, ഇത് ഭൂതഗ്രസ്തനായ ഒരുത്തൻ്റെ രോഗമാണ്. ഡീമോണിക് ഒപ്രഷനിൽ നിന്ന് വരുന്ന രോഗം. അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹരിയാനയിലെ ശുശ്രൂഷ 1 വർഷമായിട്ട് ഒരു ആത്മാവ് പോലും ഇല്ല. അങ്ങനെയാണ് ഒരു കുടുംബം, ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻ, 2 മക്കള് ഇങ്ങനത്തെ ഡീമൺ പൊസഷനിലൂടെ വന്ന് പല രോഗത്തിലും ഇങ്ങനത്തെ സ്ട്രേഞ്ച് ബിഹേവിയർ, അങ്ങനെ കർത്താവ് അവരെ വിടുവിച്ചാണ് ആദ്യത്തെ കുടുംബം കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് സഭ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേ അവസ്ഥയിൽ ഇങ്ങനെ വന്നിട്ട് എന്താ പറയണ്ടേ, കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക, നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവന്നു, അവർക്ക് ഇതിനെ ഓടിച്ചു കളയാനുള്ള ശക്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചില അവസ്ഥകൾ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. ആ അവസ്ഥയിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഫെയിലിയർ ഇൻ മിനിസ്ട്രി ഈസ് ഗുഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന്, നിങ്ങളൊരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കാൻ ചെന്നു, അവിടെ ചെന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ അട്ടർ ഫെയിലിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചോ? നിങ്ങൾ മടുത്തു പോകരുത്. ഫെയിലിയർ ഇൻ മിനിസ്ട്രി ഈസ് വെരി ഗുഡ്. എന്തുവാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? 1, ക്രിസ്തുവിനെ കൂടാതെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. നല്ലൊരു ലെസനാണ്, മനസ്സിലായി. യേശു കർത്താവിനെ കൂടാതെ അവർ വലിയ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ്, മരുഭൂമലയിൽ വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് താഴേക്ക് വന്നപ്പോൾ ആവശ്യത്തിന് മുമ്പിൽ അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു യൂസും ഇല്ലെന്നുള്ളത് മനസ്സിലായി. 2, എന്താണ് പഠിച്ചത്? യേശു ക്രിസ്തുവിനാൽ സകലവും കഴിയും എന്നുള്ള വിശ്വാസം അവർക്ക്. കർത്താവ്, ഞങ്ങളെയും കൊണ്ട് കഴിയത്തില്ല, പക്ഷെ നിന്നാൽ കഴിയും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. 3, അവർ ആഗ്രഹിച്ചു. എന്താണെന്നറിയാമോ? ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളെയും കൊണ്ട് പറ്റത്തില്ല, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. ഈ മിനിസ്ട്രിയിൽ ഏറ്റവും വലിയ ലെസൺ എന്താണെന്നറിയോ? ഞങ്ങളുടെ കൂടെ പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ യൗവനക്കാരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി, എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്നറിയോ? നമ്മുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് തിരിച്ചറിയാനുള്ള നല്ല സമയമാണ് ശുശ്രൂഷ. നമ്മളെയും കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ലെന്നുള്ള കാര്യം ശുശ്രൂഷയ്ക്കകത്ത് കയറി കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു പരിപാടി നടക്കത്തില്ല, അത് നമുക്ക് മനസ്സിലാവും. സോ വി വിൽ റിയലൈസ് ആർ ഹെൽപ്ലെസ്നെസ്. പിന്നെന്താണ്, ചിലപ്പോൾ നമ്മുടെ ഈ മിനിസ്ട്രിക്കകത്ത് റട്ടുണ്ട്. എന്താണെന്നറിയാം? അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അവിടെ ചെന്ന് 2 പ്രസംഗം ചെയ്തു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഭൂതബാധിതൻ ഒരുത്തനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഭൂതഗ്രസ്തനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളൊക്കെ ബാഹ്യമായ പരിപാടിയാണ്, അകത്ത് ശക്തിയില്ലെന്നുള്ള കാര്യം മനസ്സിലായി. സോ സംടൈംസ് ഫെയിലിയർ ഇൻ മിനിസ്ട്രി ഈസ് ഗുഡ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? നമ്മളെ ക്രിസ്തുവിങ്കിലേക്ക് ഒന്നുകൂടൊന്ന് അടുപ്പിക്കാൻ. കർത്താവെ, നിന്നെ കൂടാതെ ഒന്നും പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. നത്തിങ്, യു കനോട്ട് ഡു എനിത്തിങ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ നമ്മളെ പല പരിപാടികളൊക്കെ കാണിക്കും. ഇങ്ങനെയുള്ള ഫെയിലിയർ വരുമ്പോൾ ഓർത്തോണം ഏതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രയാസമുള്ള ഈ ഭൂതത്തിന്റെ മുമ്പിൽ കർത്താവ് പിന്നെയും ശിഷ്യന്മാര് അവരെ അങ്ങ് വഴക്ക് പറയുക. അവിശ്വാസവും, 17-ാമത്തെ വാക്യം, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു, ആ നിമിഷം മുതൽ.
പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കും അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് പെട്ടെന്നൊരു ഡൗട്ട്, കർത്താവെ, ഞങ്ങളെയും കൊണ്ട് എന്താ ഇത് പറ്റാഞ്ഞത്? എനിക്ക് കർത്താവ് ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വഴക്ക് പറയാ കർത്താവ് ശിഷ്യന്മാരെ, നിങ്ങൾ എന്തോ അല്പവിശ്വാസികളെ, എത്ര നാൾ ഞാൻ നിങ്ങളോട്ടിരിക്കും. അപ്പോൾ ഓർത്തോണം, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് യേശു വരിക. യേശു ചിന്തിക്കുക, അയ്യോ, ഇവന്മാരോട് ഇത്രയും നാളെ ഞാൻ 3-3.5 വർഷം ഇവരോട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇവർ ഈ അവസ്ഥയാണെങ്കിൽ ഇവരെയും കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ സഭയെ പണിയുമെന്നായിരിക്കും കർത്താവ് ചിന്തിക്കുന്നത്. ഏതാ അപ്പോൾ പറയാം, നിങ്ങൾ എന്താ ഇപ്പോഴും ഇങ്ങനെ? പക്ഷെ കർത്താവ് അവരോട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ വാക്കിനാൽ ശാസിച്ചു. യേശു ഭൂതത്തെ ശാസിച്ചു, അവനെ വിട്ട് പോയി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പ്രിയമുള്ളവരെ, നമ്മൾ ബലഹീനരെങ്കിലും അവൻ ബലവാനാ. പറഞ്ഞാൽ മനസ്സിലായോ? ആസ് ലോങ് ആസ് ഹീ ഈസ് ലീഡിങ്, നമുക്ക് ധൈര്യമായിട്ട് പിന്നാലെ പോകും. എല്ലാവരും എന്നോട് ഓരോ ശുശ്രൂഷകൾക്ക് ഞങ്ങൾ പോകുമ്പോൾ പറയും, എങ്ങനെ വേർ ആർ യു ഗെറ്റിംഗ് ദ കോൺഫിഡൻസ്? ഞാൻ പറഞ്ഞു, എന്നെ പോലെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി ഈ കൂട്ടത്തിലില്ല. പക്ഷേ ലൈഫ് ഹാസ് ടോട്ട് മീ സംതിങ്. ജീവിതം, ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ബലഹീനരായി കർത്താവെ ഒന്നും ചെയ്യാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേക്കാൻ പറ്റാത്തപ്പോഴും മീറ്റിംഗ് ക്യാൻസൽ ആകാത്തതിൻ്റെ കാരണം എന്നാ? എനിക്കറിയാം എൻ്റെ കർത്താവ് സമയമാകുമ്പോൾ ഇറങ്ങി വന്ന് ഈ ബലഹീനരായ പാത്രങ്ങളെ ഉപയോഗിക്കുന്നുള്ളത് ലൈഫ് ഹസ് ടോട്ട് മീ. അതുകൊണ്ട് അതിലേക്ക് എനിക്ക് ആശ്രയിക്കാൻ ദൈവം എനിക്ക് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. നിങ്ങളും ഈ കൂട്ടത്തിൽ അങ്ങ് കൂടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ ബലഹീനതയിലാണ് അവൻ്റെ ബലം തികഞ്ഞു വരുന്നത്. അത് നമുക്ക് മനസ്സിലാകാൻ ദൈവം നമുക്കൊരു അവസരം തരും. ഒറ്റ വാക്കിനാൽ കർത്താവ് ശാസിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ വിശ്വാസം കുറയും. മനസ്സിലായോ? നമ്മുടെ വിശ്വാസം പോരാ. ആ സമയത്ത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഓടി വന്നിട്ട് പറയണം, കർത്താവേ, എൻ്റെ വിശ്വാസം വളരെ കുറവാണ്, എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അവന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, മസ്റ്റേർഡ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതുകൊണ്ട് ആ വിശ്വാസം ദൈവം നമുക്ക് തരട്ടെ. our faith should operate under the sovereignty of God. എനിക്ക് ആവശ്യമോ എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് എന്നാൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, നാളെ തൊട്ട് ഇന്നത് നീങ്ങിപ്പോകട്ടെ. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ ആ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാനോടെ ഞാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റായ വിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട് ഒരു കാര്യം, എന്തുവാണെന്നറിയോ? എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അപ്പൊ എന്താണ് ഈ ഉപവാസവും പ്രാർത്ഥനയുടെയും പ്രസക്തി? ഒന്ന്, പ്രയാസത്തിൽ ഇരിക്കുന്നവരുമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. അവരുടെ വേദനയിൽ അവരോടുകൂടെ നമുക്ക് ആയിത്തീരാനുള്ള ഒരു നല്ല അവസരം. രണ്ട്, ഈ പൈശാചികമായ ഈ വലിയ പൈശാചിക തലത്തിൽ നടക്കുന്ന വലിയ ഓപ്പറേഷൻ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ഇത് നേരിടാൻ ഒക്കത്തില്ല. ദൈവശക്തി നമുക്ക് വേണം. അപ്പൊ ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കുറയണം. നമ്മുടെ ജഡം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വിധേയപ്പെടണം. അതാണ് ഫാസ്റ്റിങ്ങിൻ്റെ. അല്ലാതെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി തപസ്സിരിക്കുന്ന പരിപാടിയല്ല ഈ ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറയുന്നത് എൻ്റെ ജഡത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിൽ ആക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രക്രിയയാണ്. ടു പ്രൊക്ലെയിം മൈ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. കർത്താവെ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല എന്ന് പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉപവാസം. പിന്നെന്താണ്? വിടുതലിന് വേണ്ടി ഞാൻ ഏത് വില കൊടുക്കുമെന്നും. ദിസ് ഇസ് ടു ടെൽ ഗോഡ് ഐ എം സീരിയസ് വിത്ത് യു. കർത്താവെ, ഞാൻ സീരിയസ് ആണ്, നീ അനുഗ്രഹിച്ചല്ല. യാക്കോബ് രാത്രി യാമങ്ങളിൽ ദൈവത്തോട് മല്ലിട്ടതുപോലെ, കർത്താവെ, നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ അയക്കത്തില്ല. സോ ഇറ്റ് ഈസ് എ റെസ്ലിംഗ് വിത്ത് ദ ലോർഡ് ഇൻ ദ റൈറ്റ് വേ. എന്തിനു വേണ്ടി? എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഹിതത്തെ അവൻ്റെ ഹിതത്തിൻ്റെ കീഴിലാക്കുവാൻ വേണ്ടി, ആ ശക്തി എന്നിൽ പകരപ്പെടുവാൻ വേണ്ടി, എൻ്റെ ജഡത്തെ ക്രൂശിക്കാൻ വേണ്ടി. ഇറ്റ് ഈസ് എ വെരി വെരി ഗുഡ് ഡിസിപ്ലിൻ. അതാണ് ദ ഡിസിപ്ലിൻ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേ. മനസ്സിലായോ?
അവസാനത്തെ ഭാഗത്തിലേക്ക് വരുവാണ്. യേശു കർത്താവ് ടാക്സ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യം. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവനോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ ഇടയിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവരോ ഏറ്റവും ദുഃഖിച്ചു. അവർ കഫർന്നഹൂമിൽ എത്തിയാറെ ഇതെന്തുവാ, എനിക്കൊന്ന് ടാക്സ് എന്നുള്ള ആ വാക്കാണ് കേട്ടോ, വാങ്ങുവാൻ പത്രോസിനെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു, എനിക്ക് തോന്നുന്നു ഇതിന്റെ എന്തോ ഇത് പറയുന്നത്, ദ്വിദ്രപണമോ എന്തോ കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഉവ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന്, അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചുങ്കത്തിന്റെ കാര്യം യേശുവിന്റെ ശിഷ്യന്മാരോട് ഒന്ന് ചോദിക്കുക, നിങ്ങളുടെ യജമാനൻ ടാക്സ് കൊടുക്കുമോ എന്ന്. പെട്ടെന്ന് ഒരു കുടുക്കു ക്വസ്റ്റ്യന്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ടാക്സ് കൊടുക്കുക എന്നുള്ളത് ആ കാലത്തിൽ റോമാക്കാർ ടാക്സ് പിരിക്കുക. ഈ ടാക്സ് പിരിക്കുമ്പോൾ പരീശന്മാർക്ക് ഇത് കൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം ഇതൊരു ഇൻവാലിഡ് ടാക്സാ. നിങ്ങൾ ആ ടാക്സ് പിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ അന്യരോടാണോ അതോ പുത്രനോടാണോ ഈ ചുങ്കം പിരിക്കുന്നത്? അപ്പൊ രാജാക്കന്മാർ പിരിക്കുമ്പോൾ സ്വന്തം പുത്രന്മാരിൽ നിന്ന് ചുങ്കം പിരിക്കുന്നുണ്ടോ അതോ അന്യരുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നുണ്ടോ? എന്നിട്ട് കർത്താവ് പറയുക, ഈ ലോകം എൻ്റെ പിതാവിൻ്റെത്, ഞാൻ പുത്രനാ, ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? യാതൊരു കാര്യവുമില്ല. പക്ഷെ പിന്നെ പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഈ ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി ഞാൻ പേ ചെയ്തേക്കാം. സോ ബേസിക്കലി ദ റിയാലിറ്റി ഈസ് ദിസ്, ആരെയും ഒഫൻഡ് ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ പേ ചെയ്യാൻ പോവാ, ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി. പ്രിയമുള്ളവർ, ഇതൊരു വലിയ സത്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല, ബൈബിൾ ഇങ്ങനെ പറയുന്നില്ലല്ലോ, ഇത് ചെയ്യരുതെന്ന് ബൈബിൾ പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? ആർക്കെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. Am I becoming a stumbling block to someone? അങ്ങനെയെങ്കിൽ ചെയ്യരുത്. 2, യേശു കർത്താവ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കണം എന്നുള്ള എക്സാമ്പിൾ കൊടുക്കുക. 3, ഇത് കൊടുക്കാതിരുന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊക്കെ പുകിലുണ്ടാവുമെന്നറിയാമോ? എന്തുമാത്രം കോൺട്രവേഴ്സി ഉണ്ടാകുമെന്നറിയോ? ചിലരാണെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതാണ്. വല്ല 4 പേർക്ക് പ്രയോജനമുള്ളത് വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ അതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാകും, എങ്ങനെയെങ്കിലും കാരണം കോൺട്രവേഴ്സി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ആ കോൺട്രവേഴ്സിയുടെ പുറകിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ കോൺട്രവേഴ്സി കൊണ്ട് ഒരു പ്രയോജനമില്ല, കുറെ വ്യൂ കിട്ടുമെന്നേ ഉള്ളൂ, അല്ലാതെ യാതൊരു മനുഷ്യർക്കും പ്രയോജനമില്ല. സോ ദേ ഓൾവേസ്. അപ്പൊ കർത്താവ് പറയും, നമുക്ക് കോൺട്രവേഴ്സിക്കൊന്നും സമയമില്ല, കാര്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. എങ്കിലും ഇതിനകത്ത് പഠിക്കേണ്ട 2-3 കാര്യങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യം. എന്നിട്ട് പത്രോസിനോട് പറയാം, പത്രോസെ നീ പോയി ചൂണ്ടയിടണം. പത്രോസ് ചൂണ്ടയിട്ട പരിപാടിയില്ല, കാരണം വല ഇറക്കുന്നവനാ പത്രോസ്. അവനോട് എന്ന് പറയാ, നീ ചെന്ന് ചൂണ്ടയിടണമെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ പത്രോസ് പറഞ്ഞു, ഞാൻ എന്ത് ചൂണ്ടയിടാനാണ്, ഞാൻ എങ്ങോട്ടാണ് ഇടേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ പ്രിസിഷനാണ്. 1, ചൂണ്ട എവിടെ വീഴണമെന്നുള്ളത് കർത്താവിനറിയാം. ആ ചൂണ്ട വീഴുന്ന സ്ഥലത്ത് ഏത് മീൻ വന്ന് കൊത്തണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. ആ മീൻ്റെ വാ തുറക്കുമ്പോൾ അതിനകത്ത് ആ ദ്രഹ്മം ഉണ്ടാകണമെന്നുള്ളത് കർത്താവിന് അറിയാം. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് എങ്ങനെ, എവിടെ, എപ്പോ എന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം. പത്രോസിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല.
പത്രോസ് ചോദിക്കുന്ന ചോദ്യവും കർത്താവ് പറയുന്ന ഉത്തരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ടാക്സ് കൊടുക്കണം, കർത്താവ് പറയാ എടാ നീ പോയി ചൂണ്ടയിടാൻ. അപ്പൊ ഇതിനകത്തെ ലെസൺ എന്നാന്നറിയോ? പത്രോസിന് അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, മീൻപിടുത്തം, അല്ലേ? നിനക്കറിയാവുന്ന പണി നീ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ നിനക്കറിയാത്ത കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായത്? വെരി സിമ്പിൾ ആണ് ഇതിനകത്ത്. ഈ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള സാധനം, എനിക്കറിയാവുന്ന കാര്യം ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കും. ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് മിനിസ്ട്രി. അയ്യോ എനിക്കിതറിയത്തില്ല, അയ്യോ ഞാൻ അതെങ്ങനെ ചെയ്യും, അയ്യോ ഞാൻ ഇതിങ്ങനെ ചെയ്യും. അറിയണ്ടെന്ന്, ഒന്നും അറിയണ്ട. ബാലനോട് പറഞ്ഞു, എടാ നിന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും മതി, നിന്നോട് 5000 പേരെ പോഷിപ്പിക്കാൻ ഞാൻ പറയുന്നില്ല. നിന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും എൻ്റെ എത്താ. 5000 പേരെ പോഷിപ്പിക്കുന്നത് എൻ്റെ ചുമതലയല്ലേ? പത്രോസേ, ഈ ദ്രഹ്മപ്പണം ഒന്നും നിന്നെ കൊണ്ട് ഇപ്പോൾ ഒപ്പിക്കാനൊക്കത്തില്ല. പക്ഷെ നിനക്ക് മീൻപിടുത്തം അറിയാമല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ചൂണ്ടയിട്. ആ പണി നിനക്കറിയാം. ഓക്കെ, മീനെ കൊണ്ട് ചേർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കർത്താവിൻ്റെ വേലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയരെ, ചൂണ്ടയിട്ടോ, മീനെ കൊണ്ട് തരുന്നത് ദൈവമാണ്. ചൂണ്ടയിട്ടോ, മീനെ കൊണ്ടുവരുന്നത് ദൈവമാണ്. അറിയാവുന്ന പണി കർത്താവിൻ്റെ കൈ കൊടുക്കുക, കർത്താവ് ബാക്കി ചെയ്തോളും. പിന്നെ ഇതിനകത്ത് വലിയൊരു ആത്മീയ സത്യമുണ്ട് കേട്ടോ. പത്രോസ് ചുങ്കം കൊടുക്കണം, അല്ലേ? കൊടുത്തേ പറ്റൂ. യേശു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കും നിനക്കും വേണ്ടി, കേട്ടോ, എനിക്കും നിനക്കും വേണ്ടി നീ അത് ചെയ്തു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൂശിൽ ഇതല്ലയോ നമ്മൾ കാണുന്നത്. കർത്താവ് ഈ വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കർത്താവ് വില കൊടുത്തത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി യാഗമായത്, അല്ലേ? ഹീ പെയ്ഡ് എ ഡെറ്റ് ഹീ ഡിഡ് നോട്ട് ഓ, ബിക്കോസ് ഐ ഓ എ ഡെറ്റ് ദാറ്റ് ഐ കുഡ് നോട്ട് പേ. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പൊ സുവിശേഷം ഇതിനകത്തുമുണ്ട്, ഇതിനകത്തൊരു സുവിശേഷമുണ്ട്. യേശു കർത്താവ് ഇതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ പത്രോസേ, നിനക്കും വേണ്ടി ഞാനൊരു വഴി തുറക്കുകയാണ്. ഇത് തന്നെയാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി നടന്നത്. ജീസസ് പെയ്ഡ് എ ഡെറ്റ് ഹി ഡിഡ് നോട്ട് ഓ ആൻഡ് ടുക്ക് കെയർ ഓഫ് പീറ്റേഴ്സ് ഡെറ്റ് ആസ് വെൽ. കർത്താവ് ഇനി മരിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് യാതൊരു പാപവും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ കർത്താവ് മരിച്ചത് കൊണ്ട് എൻ്റെ കടം കൂടെ അവൻ വീട്ടി. അതാണ് സുവിശേഷ സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ മരുരൂപ മലയുടെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, യേശുവുമായി തനിയെ സമയം ചെലവഴിക്കണം. ആൾക്കൂട്ടത്തിൻ്റെ കൂടെ അല്ല, കൂട്ടായ്മയുടെ കൂട്ടത്തിൽ, അതിനുള്ള പ്രസക്തിയുണ്ട്. സഭയിലല്ല, തനിയെ മലയിൽ. അപ്പോൾ ആഴമേറിയ സത്യങ്ങൾ, അവൻ്റെ മഹത്വത്തെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. 2, അങ്ങനെ വലിയ അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മലയിൽ നിന്ന് ഇറങ്ങി താഴെ ഭൂതഗ്രസ്തരായ ചിലർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കതിനുള്ള ത്രാണിയില്ലെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് സാധ്യമാകും. 3, എൻ്റെ കയ്യിലുള്ള ചൂണ്ട അത് ഞാനെടുത്ത് ഉപയോഗിച്ചാൽ കർത്താവ് മീനെ കൊണ്ട് ആ ചൂണ്ടയിൽ കുത്തും. ഈ മീനെ പിടിക്കാനുള്ള പ്രയാസം, ഈയിടെ ഞങ്ങൾ എവിടോ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ചൂണ്ടയും കുറച്ച് മാവും തന്നു മീനെ പിടിക്കാൻ വേണ്ടി. ഒരു 2 മണിക്കൂർ ഞാനും എൻ്റെ മോനും അവിടെ നിന്ന് ചൂണ്ടയിട്ടു. ഒരൊറ്റ മീൻ പോലും വന്നില്ല. ഞാൻ ഓർക്കുക, ഇതൊന്ന് ഓർത്ത് നോക്കിയേ. ചൂണ്ട ഇടുന്നതിൻ്റെ താമസം, വായിൽ ദ്രഹ്മപ്പണമുള്ള മീൻ അവിടെ വന്ന് കൊത്തണമെങ്കിൽ. കാരണം എന്നാ? വെള്ളം അവൻ്റേത്, മീൻ അവൻ്റേത്, സമയം അവൻ്റെ കരങ്ങളിൽ, സകലവും അവൻ്റെ കൺട്രോളിലാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം പ്രിയമുള്ളവരെ, ക്രിയേഷൻ ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്, ടൈംസ് ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. ഇത്രയും കൺട്രോൾ ഉള്ളവനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഈ പല പല ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അല്ലേ? സകല കാര്യങ്ങളും അവൻ്റെ കയ്യില്ല, സകലതും. യോനായ വെള്ളത്തിലേക്ക് എടുത്തെറിയുന്നതിൻ്റെ താമസം, മത്സ്യം എവിടെ വരണമെന്നും എപ്പോൾ വാ പൊളിക്കണമെന്നും എപ്പോൾ പോയി ചർച്ച, ഇത്രയും കൺട്രോൾ ഉള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ബാക്കിയുള്ള കാര്യം അവൻ നമുക്ക് വേണ്ടി ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ പാഠങ്ങൾ, പ്രത്യേകിച്ച് ഈ വരുന്ന കാലങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ എടുത്തുപയോഗിക്കും.
അവനുമായിട്ട് വേറിട്ട് കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കണം പ്രിയമുള്ളവരെ. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പലപ്പോഴും മോശയും ഏലിയാവിനെയും അങ്ങനെയൊക്കെ ഒരു ലെവലിൽ കാണാൻ ഒക്കെ പലപ്പോഴും ഞങ്ങൾ അങ്ങനത്തെ കുറ്റം ചെയ്യാറുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. നിന്നെ തനിയെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഫോക്കസ് വേറെ ആരുടെ മേലും ഒന്നിൻ്റെ മേലും ആകാതിരിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ചൂണ്ടയിടുവാൻ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ കടം കൂടെ അങ്ങ് വീട്ടിയതിനായി സ്തോത്രം. കാൽവറി കുരിശിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ കാണുന്നത് വരെ നിന്റെ വിശാലമേറിയ ചിറകിൻ കീഴിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.